എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 27-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാ കമലജമേത്യ സർവദേവാ നിർവാണപ്രഭവ സമം ഭവന്തമാപു. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ശാപേന ശാപത്താൽ, പ്രഥിതജരേ അധ പിന്നെ ജരാനര ബാധിച്ചവനായി. ആര്? നിർജരേന്ദ്രീ ദേവേന്ദ്രൻ. ദേവേഷ്വപ്യസുരജിതേഷു ദേവേഷു അപി അസുരജിതേഷു ദേവേഷു ദേവന്മാർ അപി അസുരജിതേഷു അസുരന്മാരോട് തോറ്റ് നിഷ്പ്രഭേഷു നിഷ്പ്രഭരായി തീർന്നപ്പോൾ ശർവാദ്യ ശിവൻ തുടങ്ങിയ സർവദേവ സർവദേവന്മാരും ആരൊക്കെ? കമലജമേത്യ ബ്രഹ്മാവും ഉൾപ്പെടെ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് സമം നിർവാണ പ്രഭവ, അതായത് ശിവനും ബ്രഹ്മാവും എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് നിർവാണപ്രഭവ സുഖത്തിൻ്റെ ഉത്ഭവസ്ഥാനമായ ഭഗവാനെ ഭവന്തമാപു അങ്ങയെ ശരണം പ്രാപിച്ചു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ദുർവാസാവിൻ്റെ ശാപമേറ്റ ദേവേന്ദ്രൻ പെട്ടെന്ന് ജരാബാധിതനായി തീർന്നു. മറ്റ് ദേവജനങ്ങളെല്ലാം അസുരന്മാരുടെ മുമ്പിൽ പരാജിതരായി തേജസ് ക്ഷയിച്ചവരായി തീർന്നു. ഈ ദുസ്ഥിതിയിൽ ശിവനെ മുൻനിർത്തി ദേവന്മാരെല്ലാം ബ്രഹ്മാവിനരികിൽ ചെല്ലുകയും എല്ലാവരും ചേർന്ന് നിർവാണദായകനായ അങ്ങയെ ആശ്രയിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ.